എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 7ാമത്തെ സർഗത്തിലെ 9ഉം 10ഉം ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളും തമ്മിലുള്ളതായ രതികേളികളെ പറ്റിയിട്ടൊക്കെയാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ശ്ലോകങ്ങളിലും അതൊക്കെ തന്നെയാണ് വരണത്. നമുക്ക് ആദ്യം 9ാമത്തെ ശ്ലോകം നോക്കാം. തരുണീകുച കുങ്കുമേന വക്ഷശ്ചുരിതം തസ്യ മുരദ്വിഷോ വിരേജേ പരിരബ്ധുമിവാഗതേന ഭൂയസ്ഫുരദം ശുസ്തഭഗേന കൗസ്തുഭേന. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. തരുണീകുച കുങ്കുമേന വക്ഷ ഛുരിതം തസ്യ മുരദ്വിഷ വിരേജേ പരിരബ്ധും ഇവ ആഗതേന ഭൂയ സ്ഫുരദം ശുസ്തഭകേന കൗസ്തുഭേന. ശ്രീകൃഷ്ണന്റെ ശരീരത്തിലൊക്കെ കുങ്കുമം പുരണ്ടിരുന്നു എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. അവസാനത്തെ 2 വരികൾ, അതായത് 3ാമത്തെയും 4ാമത്തെയും വരികളിൽ നിന്നാണ് അന്വയം തുടങ്ങണത്. അപ്പോൾ അങ്ങനെ വേണം ആദ്യത്തെ വരികളിലേക്ക് കൊണ്ടെത്തിക്കാൻ. ഭൂയ എന്നാണ്, അങ്ങനെയാണ് അന്വയം തുടങ്ങുന്നത്. ഭൂയ എന്ന് പറഞ്ഞാൽ പുനരഭി, വീണ്ടും, അതായത് ജന്മാന്തരേ അഭി, അടുത്ത ജന്മത്തിലും അല്ലെങ്കിൽ ഒരു അവതാരം എടുത്തപ്പോഴും എന്താണ് സംഭവിച്ചത്, എന്തിനാ അങ്ങനെ വർണ്ണിക്കുന്നത് എന്നാണെങ്കിൽ, ജന്മാന്തരേ അഭി പരിരബ്ധും ആഗതേന സ്ഫുരദം ശുസ്തഭകേന കൗസ്തുഭേന ഇവ. പരിരബ്ധും ആഗതേന, ജന്മാന്തരം എടുത്തപ്പോഴും, വിഷ്ണുവിൽ നിന്ന് ശ്രീകൃഷ്ണനായിട്ട് ഗോകുലത്തിലേക്ക് വന്നപ്പോഴും, പരിരബ്ധും ആഗത. പരിരബ്ധും എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരത്തിൽ പുണരുവാൻ വേണ്ടിയിട്ട്, ശരീരവുമായിട്ട് ചേർന്ന് കിടക്കാൻ വേണ്ടിയിട്ട്, ആഗതേന വന്നവനായ, കൗസ്തുഭേന കൗസ്തുഭരത്നം. എങ്ങനെയുള്ള കൗസ്തുഭം? സ്ഫുരദംശുസ്തബകം. സ്ഫുരത് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുന്നതായ അംശുസ്തബകങ്ങളോടുകൂടിയ, അംശുക്കളാകുന്ന സ്തബകങ്ങൾ. അംശുക്കൾ എന്ന് പറഞ്ഞാൽ കിരണങ്ങൾ, രശ്മികളാകുന്ന പൂമൊട്ടുകൾ. അതായത് അതിങ്ങനെ തെറിച്ച് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. നല്ല തെളിഞ്ഞു നിൽക്കുന്ന ഒരു രത്നമാണ് കൗസ്തുഭരത്നം. ഭഗവാന് പാലാഴി മഥനത്തില് സമുദ്രം കൊടുത്തൊരു സമ്മാനാണ് കൗസ്തുഭരത്നം. ആ കൗസ്തുഭരത്നത്തിൽ നിന്നിങ്ങനെ ഒളി പാറി പറക്കുന്നുണ്ട്. അതേപോലെ എന്നാണ് പറയണത്. അതാണ് മറ്റൊരു ജന്മം എടുത്തിട്ടും അവതാരം എടുത്തിട്ടും ശ്രീകൃഷ്ണാവതാരത്തിലും വിട്ടുപോവാൻ വയ്യ എന്ന് വിചാരിച്ചിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നതായ, മാറിൽ പുണർന്ന് കിടക്കാൻ വേണ്ടി ഓടി വന്നതായ കൗസ്തുഭത്തെ എന്ന പോലെ, കൗസ്തുഭം എന്ന പോലെ, കൗസ്തുഭേന ഇവ, ആ കൗസ്തുഭത്തെ പോലെ, അല്ലെ കൗസ്തുഭത്താൽ എന്ന പോലെ എന്താണ് അവിടെ ഉണ്ടായത് എന്നാണെങ്കിൽ, തരുണീകുച കുങ്കുമേന, തരുണിമാരുടെ, സുന്ദരിമാരുടെ, ഗോപസ്ത്രീകളുടെ കുചകുങ്കുമം. കുചകുങ്കുമം എന്ന് പറഞ്ഞാൽ മാറിടത്തിൽ പൂശിയിരിക്കുന്നതായിട്ടുള്ള കുങ്കുമം. അലങ്കാരത്തിന് വേണ്ടി, സൗരഭ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ശരീരത്തിൽ കുങ്കുമവും ചന്ദനവും ഒക്കെ പുരട്ടാറുണ്ട്. അതൊക്കെ തന്നെ ഗോപസ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നതായ കുങ്കുമാദി ലേപനങ്ങളാൽ, അതായത് ശരീരത്തിൽ പുരട്ടിയിരിക്കുന്ന ഈ ലേപനങ്ങളാൽ ഛുരിതം വ്യാപ്തമായിട്ടുള്ള, അതാണ് തരുണീ കുചകുങ്കുമേന ഛുരിതം. അങ്ങനെ ഈ ലേപനങ്ങളെല്ലാം വ്യാപിച്ചു കിടക്കുന്ന, അതാണ് ഛുരിതം എന്നുള്ളതിന് വ്യാപ്തം എന്നർത്ഥം. അങ്ങനെ വ്യാപിച്ചിട്ടുള്ളതായ തസ്യ മുരദ്വിഷ വക്ഷ, ആ മുരദ്വിട്ടിന്റെ വക്ഷസ്ഥലം. മുരദ്വിഷ എന്ന് പറഞ്ഞാൽ മുരൻ എന്ന് പേരുള്ള അസുരൻ, ആ അസുരന്റെ ശത്രു ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണന്റെ വക്ഷസ്ഥലം, മാറിടം, വിരേജെ നന്നായി ശോഭിച്ചു. അല്ലെങ്കിലേ ഭഗവാന്റെ മാറിടം, ശരീരം നന്നായി ശോഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശോഭിക്കുന്നുണ്ട്. ഇവരുടെ ഗോപസ്ത്രീകളുടെ ശരീരലേപനങ്ങൾ കൊണ്ട് ഒന്നുകൂടി ശോഭിച്ചു. രേജെ എന്ന് പറഞ്ഞാൽ ശോഭിച്ചു, വിരേജെ എന്ന് പറഞ്ഞാൽ വിശേഷേണ ശോഭിച്ചു എന്നർത്ഥം. അപ്പോൾ ഗോപസ്ത്രീകളുമായിട്ടുള്ള ചുംബന ആലിംഗനാദികളാണ് ഇവിടെ ഈ ശരീരത്തിലെ കുങ്കുമ ലേപനം കൊണ്ട്. ശ്രീകൃഷ്ണന്റെ ശരീരത്തിലേക്ക് ഗോപസ്ത്രീകളുടെ കുങ്കുമം പുരണ്ടു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോപസ്ത്രീകളുമായിട്ടുള്ള ഗാഠാലിംഗനങ്ങളിൽ, അങ്ങനെ ആ ഗാഠാലിംഗനങ്ങളെ കൊണ്ടാണ് ശരീരത്തിൽ മുഴുവനും കുങ്കുമവും അതുപോലെ ചന്ദനവും ഒക്കെ വ്യാപിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ശരീരം, വക്ഷസ്ഥലം
നന്നായി ശോഭിച്ചു, വളരെ സുന്ദരമായിട്ട് കാണാറായി എന്നർത്ഥം. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞത് മഹാവിഷ്ണു ആയിരിക്കുമ്പോൾ തന്നെ നെഞ്ചില് കൗസ്തുഭുണ്ട്. ആ കൗസ്തുഭത്തെ പോലെയാണ് ഇവരുടെ ശരീരത്തിലെ കുങ്കുമരേണുക്കൾ ശോഭിച്ചത്. കൗസ്തുഭത്തിന് നല്ല ശോഭയുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ ഒളിമിന്നാണ് ശോഭ, അങ്ങനെ തെളിഞ്ഞു കിടക്കുകയാണ് ആ രത്നം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ കുങ്കുമവും നല്ലവണ്ണം ഒളിമിന്നുന്നുണ്ട്, നല്ല നിറം പുറത്തേക്ക് കാണാനുണ്ട്. അപ്പോൾ ഈ കൗസ്തുഭവും അതുപോലെ ഗോപസ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന പിന്നീട് ശ്രീകൃഷ്ണന്റെ ശരീരത്തിലേക്ക് വ്യാപിച്ചതായ ഈ കുങ്കുമവും ഒരേപോലെയാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ ഉപമാലങ്കാരുണ്ട്. അത് വന്നതാണോ എന്ന് തോന്നും വിധം, അതായത് മഹാവിഷ്ണുവിന്റെ കഴുത്തിലെ അല്ലെങ്കിൽ മാറിടത്തിലെ ആഭരണമായിട്ടുള്ള കൗസ്തുഭം ഭഗവാന്റെ പിന്നത്തെ അവതാരത്തിലേക്ക് വന്നതാണോ എന്ന് തോന്നും വിധം എന്ന് പറയുമ്പോൾ അവിടെ ഉത്പ്രേക്ഷാലങ്കാരമൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും ഭഗവാനും ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവും ഒന്നാണ് എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഗോപസ്ത്രീകൾക്ക് ശ്രീകൃഷ്ണനോടുണ്ടായിരുന്നതായ സ്നേഹത്തിന്റെ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളാണ്. അത് പുറത്തേക്ക് കാണുന്നത് ഇങ്ങനെയായിരുന്നു. ഈ പറഞ്ഞ ചന്ദന കുങ്കുമാദി ലേപനങ്ങൾ ഭഗവാന്റെ ശരീരത്തിലായിക്കൊണ്ട്. അതാണ് ഇവിടെ പറഞ്ഞു നിർത്തിയത്. നമുക്ക് 10ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഇവിടെ ഭഗവാനെ ഒരു മേഘമായിട്ട് വർണ്ണിക്കുകയാണ്. തപനീയ വിഭൂഷണൈസ്തടിത്വാനതസീ പുഷ്പരുചിർമുകുന്ദമേഘ ഘനകേശ കലാപഭാരഖിന്ന മദയാമാസ വിലാസിനീ മയൂരി. ആദ്യം പദച്ഛേദം പറയാം. തപനീയ വിഭൂഷണൈഃ തടിത്വാൻ അതസീ പുഷ്പരുചി മുകുന്ദമേഘ ഘനകേശ കലാപഭാരഖിന്ന മദയാമാസ വിലാസിനി മയൂരി. ആദ്യത്തെ 2 വരികളിൽ മാത്രമേ പദച്ഛേദം പറയാനുള്ളൂ. ഇവിടെ പറയാണ്, ഒരു മേഘം എങ്ങനെയാണ് മയിലുകളെ, അതായത് മഴ പെയ്യാൻ ഒരുങ്ങി വന്നിരിക്കുന്നതായ കാർമേഘം എങ്ങനെയാണ് മയിലുകളെ ആനന്ദിപ്പിക്കുന്നത്, അതുപോലെ തന്നെയാണ് ശ്രീകൃഷ്ണൻ ഗോപസ്ത്രീകളെ ആനന്ദിപ്പിച്ചത്, സന്തോഷിപ്പിച്ചത്. അപ്പൊ ശ്രീകൃഷ്ണനെ എങ്ങനെയാണ് മേഘമായിട്ട് വർണ്ണിച്ചത് എന്നാണെങ്കിൽ, തപനീയ വിഭൂഷണൈഹി തടിത്വാൻ അതസീ പുഷ്പരുചിർ മുകുന്ദമേഘ. മേഘത്തിന്റെ നിറം എന്താ? കറുത്ത നിറമാണ്. അപ്പോൾ അതുപോലെ തന്നെയുള്ള നിറമാണ് ശ്രീകൃഷ്ണനും. അതാണ് അതസീ പുഷ്പരുചി. അതസീ പുഷ്പം ഇത്തിരി ഇരുണ്ട നീല നിറമുള്ള ഒരു പൂവാണ്. ഏതാണ്ട് ശംഖുപുഷ്പം പോലെയൊക്കെ അത്രയ്ക്ക് നീല നിറമുള്ള ഒരു പൂവാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതസീ പുഷ്പം, ആ നീല നിറമുള്ള പുഷ്പം പോലെ ഇരിക്കുന്ന, അല്ലെ പുഷ്പത്തിന് തുല്യമായിട്ടുള്ള മുകുന്ദനാകുന്ന മേഘം. അപ്പോൾ അതസി എന്ന് പറഞ്ഞ പൂവിന്റെ നിറമുള്ള മുകുന്ദൻ എന്നു പേരുള്ള മേഘം, രൂപകാലങ്കാരം. മുകുന്ദൻ തന്നെയാണ്. മുകുന്ദൻ അല്ലെങ്കിൽ മേഘത്തെ പോലെയാണെന്ന് ഉപമിത സമാസം എന്ന് പറയാം, അല്ലെങ്കിൽ രൂപകാലങ്കാരം എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള മുകുന്ദൻ മേഘമാണ്, മേഘമായിട്ടാണ് മുകുന്ദനെ വർണ്ണിക്കുന്നത്. അതുപോലെ മേഘത്തിന് പിന്നെന്താണുള്ളത്? നിറം മാത്രമല്ല, അവിടെ ഇടിമിന്നലുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഭഗവാൻ മേഘമാണെങ്കിൽ ഇടിമിന്നലായിട്ട് എന്താണുള്ളത്? തപനീയ വിഭൂഷണൈഹി തടിത്വാൻ. തപനീയം സ്വർണം കൊണ്ടുണ്ടാക്കിയതായ വിഭൂഷണങ്ങൾ ധാരാളം ഭഗവാൻ ശരീരത്തിൽ അണിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. കറുത്ത ശരീരത്തില് ഇങ്ങനെ നല്ല മഞ്ഞ തിളങ്ങുന്ന മഞ്ഞ നിറമുള്ള ആഭരണങ്ങൾ ഇങ്ങനെ എടുത്തു കാണിക്കും. അങ്ങനെയുള്ള ആഭരണങ്ങൾ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇടിമിന്നലാണ് അത് എന്ന് തോന്നും വണ്ണം ശോഭിച്ചുകൊണ്ടിരിക്കുന്ന, ഒളിമിന്നിക്കൊണ്ടിരിക്കുന്നതായ ആഭരണങ്ങളോടുകൂടിയ ആ കറുത്ത ശരീരമുള്ളവനായ മുകുന്ദൻ എന്നു പേരുള്ള മേഘം. ആ മേഘം മയൂരികളെ, മയൂരി എന്ന് പറഞ്ഞാല് പെൺമയിലുകളാണ്. ആരാണ് പെൺമയിലുകള്? വിലാസിനി മയൂരീ. വിലാസിനിമാരെന്ന് പറഞ്ഞാല് ഗോപസ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത്. സുന്ദരികൾ എന്നർത്ഥം. ഉള്ളവർ, അതായത് ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് വളരെ മതഭാരത്തോടു കൂടിയിട്ട്, സ്നേഹത്തോടു കൂടിയിട്ട്, പ്രണയത്തോടു കൂടിയിട്ടൊക്കെ നടക്കുന്നവര്, അതാണ് വിലാസിനി മയൂരീഹി. അങ്ങനെയുള്ള മയൂരികളെ, അതായത് വിലാസിനികളായിട്ടുള്ള ഗോപസ്ത്രീകളാകുന്ന മയൂരികളെ, അവർക്ക് പിന്നെയും വിശേഷണം കൊടുക്കുന്നുണ്ട്. ഘനകേശ കലാപ ഭാരഖിന്ന. മയിലുകളാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് നല്ല പീലിയുടെ ബർഹഭാരം വേണം. ബർഹഭാരം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ വലിയ പീലികളുണ്ടല്ലോ, പെൺമയിലുകൾക്ക് അത് കുറവാണ്, ആൺമയിലുകൾക്കാണുള്ളതെങ്കിലും കവികൾക്ക് അങ്ങനെയൊക്കെ ഭാവന കൊണ്ട് വിചാരിക്കാം. അതാണ് മയിലുകൾക്ക് പീലി വേണം. പീലികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ തലമുടിയാണ് ഉദ്ദേശിക്കുന്നത്. ഘനകേശം, നല്ല ഇരുണ്ട ചുരുണ്ട മുടിയാകുന്ന കലാപങ്ങളാൽ, മയിൽപീലികളാൽ, ഈ മയിൽപീലിയുടെ ഭാരം വഹിക്കുന്നവരായ വിലാസിനി മയൂരിമാരെ, അതായത് നിറയെ മയിൽപീലികളുള്ള ആ ഗോപസ്ത്രീകളെ, തലമുടിയാകുന്ന മയിൽപീലിയുള്ള ഗോപസ്ത്രീകളാകുന്ന പെൺമയിലുകളെ ഈ മുകുന്ദനാകുന്ന മേഘം മദയാമാസ, മദയാമാസ എന്ന് പറഞ്ഞാൽ അഹങ്കരിപ്പിച്ചു, അഹങ്കാരമുള്ളവരാക്കി. അതായത് അവരെ എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കുന്നത് കൊണ്ട്, തങ്ങളുടെ കൂട്ടത്തിലാണ് കൃഷ്ണൻ, തങ്ങൾക്ക് എപ്പോഴും നമ്മളെ കാത്ത് രക്ഷിച്ചുകൊണ്ട് ഒരു സേവകനായിട്ട് ഇവിടെ കൃഷ്ണനുണ്ട് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് അവരൊക്കെ അഹങ്കാരികളായി തീർന്നു. അവർക്ക് വലിയ അഹങ്കാരമായി തീർന്നു. ഞങ്ങളുടെ സ്വന്തമാണ് കൃഷ്ണൻ, ഞങ്ങളെ എപ്പോഴും കൃഷ്ണൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അവരെ അഹങ്കരിച്ചു എന്നർത്ഥം. ഇവിടെ പലതരത്തിലുള്ള അലങ്കാരങ്ങളുണ്ട്. സമസ്ത വസ്തു വിഷയമായിട്ടുള്ള രൂപകാലങ്കാരമുണ്ട്, അതുപോലെ ഉത്പ്രേക്ഷാലങ്കാരമൊക്കെ ഉണ്ട്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഉത്പ്രേക്ഷാലങ്കാരമുണ്ട്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തരുണീകുച കുങ്കുമേന വക്ഷുരിതം തസ്യ മുരദ്വിഷോ വിരേജേ പരിരബ്ധുമിവാഗതേന ഭൂയസ്ഫുരദം ശുസ്തപകേന കൗസ്തുഭേന തപനീയ വിഭൂഷണൈസ്തടിത്വാനതസീ പുഷ്പരുചിർമുകുന്ദമേഘ ഘനകേശകലാപഭാരഖിന്ന മദയാമാസ വിലാസിനി മയൂരീ. ഇവിടെ ആദ്യത്തെ വരിയില് തപനീയ വിഭൂഷണൈഹി തടിത്വാൻ, തടിത്വാൻ എന്ന് പറഞ്ഞാൽ മേഘം എന്ന് തന്നെയാണ് അർത്ഥം. വെറും മേഘത്തിനെ പറയില്ല, ഇടിമിന്നലോടുകൂടിയ മേഘത്തിനെയാണ് തടിത്വാൻ എന്ന് പറയുന്നത്. തടിത്ത് എന്ന് പറഞ്ഞാൽ ഇടിമിന്നലാണ്. അപ്പോൾ വെള്ളമേഘങ്ങളോ അല്ലെങ്കിൽ മറ്റേ പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളെയൊന്നും തടിത്വാൻ എന്ന് പറയില്ല. നല്ല മഴവെള്ളത്തോടു കൂടി വരുന്ന മഴക്കാരനെയാണ് തടിത്വാൻ എന്ന് പറയാ, ഇടിമിന്നുന്ന മേഘങ്ങൾ. അപ്പോൾ ഇടിയോലിയോട് കൂടിയിട്ട് പെയ്യാനൊരുങ്ങി നിൽക്കുന്ന മേഘം വന്നപ്പോൾ മയിലുകൾ സന്തോഷിച്ചു എന്ന് വർണ്ണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ശ്രീകൃഷ്ണനെയും അതുപോലെ ഗോപസ്ത്രീകളെയും വർണ്ണിക്കുകയാണ് ചെയ്തത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.